പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ TS തിരുമുമ്പ് കാർഷിക പഠന കേന്ദ്ര സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കാർഷിക രംഗത്ത് സമഗ്ര വികസനത്തിന് വിത്തുപാകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ സമഗ്ര വികസനത്തിന് വിത്തുപാകാൻ സർക്കാരിന് സാധിച്ചുവെന്നും കാർഷിക വളർച്ച ദേശീയതലത്തിൽ 2.1% കേരളത്തിൻ്റേത് 4.65% എന്നത് അഭിമാനകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ TS തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്ര സമുച്ചയം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7,274 കോടി രൂപയുടെ നെല്ല് ഈ കഴിഞ്ഞ കാലയളവിൽ സംഭരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട് 269 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം ഭാഗമായി നെല്ലിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായി ഇപ്പോൾ ഹെക്ടറിന് 3,708 കിലോഗ്രാമായി ഉത്പാദനക്ഷമത നിർമ്മിച്ചു. നാളികേര കൃഷിയിൽ 153 കോടി രൂപ ചെലവഴിക്കാൻ കഴിയുന്നത് 232 കേര ഗ്രാമങ്ങളിലൂടെ 54% ഉത്പാദന വർധന കൈവരിക്കാൻ നമുക്കായി. ഗുണമേന്മയുള്ള തൈകൾ 48 ലക്ഷമാണ് വിതരണം ചെയ്തത്. കവിയും വിപ്ലവകാരിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന TS തിരുമുമ്പിന്റെ പേരിലുള്ള ഹെറിറ്റേജ് ആഗ്രോ ടൂറിസം സെന്ററിന് ഉത്തര മലബാറിന്റെ കാർഷിക സാംസ്കാരിക സാഹിത്യ മുന്നേറ്റങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇങ്ങനെയൊരു പദ്ധതി രൂപകൽപ്പന ചെയ്ത പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം റിസർച്ച് അസോസിയേറ്റ് ഡയറക്ടറുമായ ഡോക്ടർ T വനജയെ മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ചടങ്ങിൽ മണ്ഡലം MLA M രാജഗോപാലൻ അധ്യക്ഷനായി. പഠനകേന്ദ്രത്തോടനുബന്ധിച്ചുള്ള ചമയം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും സംസ്കൃതി പാർക്ക് ആൻഡ് ടൂറിസം സെന്ററിന്റെ ലോഗോ പ്രകാശന കർമ്മം M രാജഗോപാലൻ MLAയും നിർവഹിച്ചു. ദർപ്പണം എക്സിബിഷൻ ഹാൾ E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹരിതവനവും പച്ചത്തുരുത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാമും ബാംബു പാർക്ക് ജില്ലാ കളക്ടർ K ഇമ്പശേഖറും ശലഭോദ്യാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരിയും വിദേശ ഫലവൃക്ഷത്തോട്ടം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമനും നാടിന് സമർപ്പിച്ചു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജിദ സഫറുള്ള T നാരായണൻ, PC സുബൈദ, MT ബുഷ്ര, MPV ജാനകി, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സനൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കേരള കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥരായ ഡോക്ടർ T സജിത റാണി, ഡോക്ടർ P നിതീഷ്, വിദ്യാർത്ഥി പ്രതിനിധി S സമ്പത്ത്, കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ S സക്കീർ ഹുസൈൻ, കൺട്രോളർ K മധുകുമാർ, ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ KN അനിൽ, ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ബിനു P ബോണി, കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ E രാജ്മോഹൻ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ P രാഘവേന്ദ്ര, TS തിരുമുമ്പിന്റെ മകൾ പ്രസന്ന തിരുമുമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ T വനജ സ്വാഗതവും അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.